ഗുഡ് മോർണിംഗ് ഫ്രം മലേഷ്യ ഡേ 1. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അമ്മ എടുത്തിരി ഇങ്ങോട്ട്. ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഫുൾ ഫ്രീക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, അപ്പം നമ്മൾ ഇന്ന് KL ടവർ, ട്വിൻ ടവർ, ചോക്ലേറ്റ് ഔട്ട്ലെറ്റൊക്കെയാണ് പോകുന്നത്. ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് ഫ്രീ ടേസ്റ്റിംഗ് ഓഫ് ചോക്ലേറ്റ് ഉണ്ട്. ഷുഗർ ഉള്ളവരൊന്നും കഴിക്കില്ല, വയസ്സായി. പക്ഷേ ഞാൻ എല്ലാ ചോക്ലേറ്റും ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓക്കെ. ബ്രഞ്ചിൻ്റെ ടൈം ആയില്ല. ഇവിടെ 9:30, നാട്ടിൽ 7:30. സോ 2 hours ഡിഫറൻസ്. ബാക്കി വഴിയേ വരുന്നതായിരിക്കും. ബായ്. ഇടയിൽ ഞാൻ കുറേ ബായ് പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതിന് കണ്ടിന്യൂഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ത്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ദോശയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോവും. ആ കാണുന്നതാണ് ഞങ്ങളുടെ വാൻ, ആ വലുത്. ഞങ്ങൾക്ക് ഭയങ്കര ലക്ഷൂറിയസ് വെഹിക്കിളാണ്, ലക്ഷൂറിയസ് വെഹിക്കിൾ. സംഭവം നാളെ മുതൽ അതല്ല, അവിടെ നിർത്തിയത്. നാളെ മുതൽ അതല്ല, നാളെ മുതൽ വേറെയാണ്. ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് മൂപ്പര് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ലക്ഷറി ആവട്ടെ എന്ന് വിചാരിച്ചതാ തോന്നുന്നു. അങ്ങനെ പക്ഷെ ഇവിടെ എല്ലായിടത്തും അത് 10 സീറ്ററാണ്. ഞങ്ങളാകെ 5 ആളേ ഉള്ളൂ. അപ്പം നാളെ അയാൾ ചെറിയ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ട്വിൻ ടവറിൻ്റെ മേലെ നമ്മൾ കയറുന്നില്ല, KL ടവറിൻ്റെ മേലെ നമ്മൾ കയറും. ഫുൾ മലേഷ്യ കാണാമെന്നൊക്കെയാണ് പറയുന്നത്, അറിയില്ല, നോക്കണം. ഇത് നമ്മൾ സാധാരണ നാട്ടിലെ ഫുഡ് തന്നെ കഴിച്ചത്, ദോശ. പിന്നെ നോൺ വെജ് കഴിക്കാത്ത അച്ഛനും അമ്മയും ഉള്ള സ്ഥിതിക്ക് മകൾക്ക് ഇവിടുത്തെ നോൺ വെജ് ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽസ് ആണ് നാസി ലാമ. നാസി മീൻസ് റൈസ് ആൻഡ് ലാമ മീൻസ് കോക്കനട്ട് മിൽക്ക്. അപ്പം ഇവിടെ രാവിലെ അതാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇവിടെ ഹോട്ടലിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിലുള്ളതാണ്. ഇവർ എല്ലാ ടേബിളും ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ റൈസും സം കൈൻഡ് ഓഫ് ഫിഷും ചിക്കണും, ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതെല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുത്ത് കഴിക്കാം. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ് ഇത്ര. പക്ഷേ ഞാൻ ഫിഷ് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ പോയില്ല. പിന്നെ രാവിലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമൊക്കെ ട്രൈ ചെയ്തിട്ട് വയറിന് എന്തെങ്കിലും പറ്റിയാൽ വെറുതെ ട്രിപ്പ് കൊളാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു അങ്കിൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതെങ്ങനെയാണ് കാണാൻ ഇതിൽ ആഡ് ചെയ്യാം. സോ ഇതാണ് ആ സാധനം, നാസിലാമ. ഇതിൽ എഗ്ഗും ചിക്കണും ഫിഷും ഇല്ലാത്തതൊന്നും ഇല്ലാതെ തോന്നുന്നു. എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഭയങ്കര സ്പൈസി ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ലക്ഷറി വാൻ, കണ്ടില്ലേ? അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ വിട്ടു പുത്രജയ പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മൾ ഈ മോസ്കിൽ കയറാൻ പോകും. അപ്പോൾ അവിടെ ജെൻസിന് കുഴപ്പമില്ല, ലേഡീസിന് ഈ ഡ്രസ്സ് പർദ്ദയല്ല, ഇത് സ്പെഷ്യൽ ഒത്തിരി ഡ്രസ്സ് ഇടണം, കവർ ചെയ്യണം എല്ലാം. അപ്പം അങ്ങനെ ഡ്രസ്സ് ഇത് ഊരാൻ പാടില്ല പറഞ്ഞു. നമ്മൾ തലേന്ന് ഊരരുത് പറഞ്ഞു. നമ്മളിങ്ങനെ ഇട്ടിട്ട് കയറാൻ പോവുക. ഈ മോസ്കിൻ്റെ പേരാണ് പുത്ര മോസ്ക്. ഇത് മോസ്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ റൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാ ലേഡീസും ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം കയറാൻ. പിന്നെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് വരുന്ന ജെൻസിനും അവർ ആ ഡ്രസ്സ് ഇടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കുള്ള എൻട്രൻസും, ഒന്ന് അല്ലാണ്ട് നമ്മൾ ടൂറിസ്റ്റിനൊക്കെ കയറാൻ പറ്റുന്ന എൻട്രൻസ്. അപ്പം ഞങ്ങൾ ടൂറിസ്റ്റിന് കയറാൻ പറ്റുന്ന എൻട്രൻസ് കൂടെ കയറി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഭയങ്കര കാം ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സൈലൻ്റ് ആയിട്ടിരുന്നു കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആർക്കിടെക്ചറും ഇൻറ്റീരിയറും ഒക്കെ എന്ത് രസമാണ്. അവിടെ ഫുൾ വാളിലൊക്കെ പെയിൻറ്റിങ്സ് ആണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല, പക്ഷെ ആ പെയിൻറ്റിങ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല രസമുണ്ട്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ഇതായിട്ട് കാണില്ല, പക്ഷേ പെയിൻറ്റിംഗ് ഒക്കെ മൈന്യൂട്ടായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായി കാണാം. ഇവിടെ എല്ലാവരും അതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. ഇൻറ്റീരിയേഴ്സിൻ്റെ കൂടെ നമ്മളെ ഫേസ് കിട്ടുന്ന രീതിയിൽ കിടന്നിട്ടൊക്കെ ചിലർ ഫോട്ടോ എടുക്കുന്നു. ചിലർ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മൈൻഡ് എന്തെങ്കിലും തട്ടിട്ടിട്ട് പോകുന്നുണ്ട്. അതാണിപ്പോൾ കണ്ട പെട്ടെന്ന് നീങ്ങിയ ക്യാമറ. മോസ്കിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങുമ്പം ലേക്ക് വ്യൂ ആണ്. ഭയങ്കര വലിയ ലേക്കാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. ഈ മോസ്കിൽ നിന്ന് കാണുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അവിടെ മൺഡേ ടു തേഴ്സ്ഡേ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും ഇത്രേ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഉണ്ടാവില്ല എന്ന്. ബാക്കി ദിവസങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിലുണ്ടാവും. അതാണ് ഓഫീസ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല.
അങ്ങനെ ഞങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ആക്ച്വലി ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു 2 മണിക്ക് ശേഷം നമുക്ക് ഇറങ്ങാതെ. അപ്പോൾ നമ്മൾ ചോദിച്ചു കുറേ സ്ഥലം കാണാനില്ലേ, 2 മണിക്ക് ശേഷം ഇറങ്ങിയാൽ ഫുൾ കവർ ചെയ്യില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഇപ്പം തോന്നുന്നുണ്ട് അയാൾ പറഞ്ഞത് സത്യമാണ്, 2 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതിയായിരുന്നു. കാരണം അത്രയും വെയിലാണ്, ഭയങ്കര വെയിലാണ്. ഈ പുട്ടരാജ മോസ്കിൻ്റെ ഫുൾ വ്യൂ ഇതാണ് ഞാൻ കാണിച്ചത്. ആണ് വരുന്നത്. പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും ഭംഗി ഉള്ളിൽ ഇൻറ്റീരിയേഴ്സാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഓഫീസിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ലെങ്കിൽ പുറത്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ മലേഷ്യൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മലേഷ്യയിൽ 14 സ്റ്റേറ്റ്സിനും 14 ഫ്ലാഗാണ് വരുന്നത്, പിന്നെ മെയിനായിട്ടൊരു ഫ്ലാഗും. അങ്ങനെ ഞങ്ങൾ പുട്ടരാജ മോസ്കിൽ നിന്ന് ഇറങ്ങി. ഇത് കാണുന്നത് മലേഷ്യയിലെ ഓരോ സ്റ്റേറ്റ് 14 സ്റ്റേറ്റും അങ്ങനെ എന്തോ പറഞ്ഞു, 14 സ്റ്റേറ്റിലും 14 ഫ്ലാഗാണ്. ഇവിടെ കണ്ട സെൻറ്ററിൽ മലേഷ്യൻ ഫ്ലാഗ്, അതിൻ്റെ ചുറ്റുമുള്ളത് ഓരോ സ്റ്റേറ്റ് ഫ്ലാഗാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പം പ്രസിഡൻറ്റിൻ്റെ ഓഫീസാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചില്ലേ, അവിടെയും ഫ്രണ്ടിൽ 14 ഫ്ലാഗും പിന്നെ നടുവിൽ സെൻറ്ററിൽ ഈ ഫ്ലാഗും വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കാണാൻ പോയത് ലൈറ്റ് ഹൗസ് ആണ്. ആക്ച്വലി ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലേക്കിൻ്റെ ഉള്ളിലാണ്. ആൻഡ് ഓൾസോ ദാറ്റ് ലേക്ക് ഇസ് മാൻ മെയ്ഡ്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. കാണുന്നുണ്ടോ? അതാ ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിലേക്ക് ഏറ്റവും മേലെ കയറി വരുന്ന വഴി എല്ലായിടത്തും ഇങ്ങനെ ഗ്ലാസ്സിൽ ഇവരുടെ ഓരോ വർഷം കണ്ടുപിടിച്ചത് എന്താണ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1998 KLIA കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1991 ബിഗിൻ ചെയ്തു, അത് ഡെവലപ്പായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിട്ടുണ്ട് എല്ലാം. ഇവരുടെ 2000 വരെ ഉള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 2020 ഉള്ള വിഷൻ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ് തീർന്നു. ഈ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ബാക്കി ചെയ്താത്ത. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ഈ കാണുന്ന ലേക്ക്, ലൈറ്റ് ഹൗസ് കയറുന്ന അവിടെ ലേക്കാണ്. ഇത് മാൻമെയ്ഡ് ലേക്കാണ് അത്രേ. ഇവിടെ മൊത്തം ആദ്യം പാം ട്രീസ് ആയിരുന്നു. മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പാം ഓയിലാണ്. അപ്പോൾ ഇവിടെ ഫുൾ എല്ലായിടത്തും റോഡിലൊക്കെ പാം ട്രീസാണ്. അതുപോലെ ഇവിടെ മൊത്തം പാം ട്രീസ് ആയിട്ട് അത് മൊത്തം പൊളിച്ചിട്ട് മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയ ലേക്കാണ് ഇത്രത്. പക്ഷെ ഇത് കണ്ട മാൻമെയ്ഡ് ലേക്കാണ് തോന്നില്ല, കാരണം അത്രയും വലിയ ലേക്കാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് മാൻമെയ്ഡ് ആവുകയെന്ന്. നോക്ക് എന്ത് വലിയ ലേക്കാ, ഫുൾ വലിയ ലേക്കാ. ഗൈസ്, ഇവിടുത്തെ നാഷണൽ ഫ്ലവർ ഏതാണെന്നറിയോ? ചെമ്പരത്തി. നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി ആൾക്കാർക്ക് പുച്ഛാണ്, ഇവരുടെ നാഷണൽ ഫ്ലവറാണ് ചെമ്പരത്തി. ഏതാലേ ഇവിടെ ഇങ്ങനെ ചെമ്പരത്തീൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റാച്ചു എന്നല്ലേ പറയാ. അങ്ങനെ ലൈറ്റ് ഹൗസും അവിടുത്തെ നാഷണൽ ഫ്ലവറായ ചെമ്പരത്തിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ KL ടവറിലോട്ട് പോവാം. KL ടവറിൽ പോകുന്ന വഴിക്കുള്ളൊരു ബ്രിഡ്ജാണിത്, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് കണ്ടപ്പം നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവറോടൊന്ന് നിർത്താൻ പറഞ്ഞിട്ട് നമ്മളിവിടെ നിർത്തി നമ്മുടെ കുറച്ച് ഫോട്ടോസും ബ്രിഡ്ജിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ KL ടവറിലേക്ക് വിട്ടു. അപ്പം നമ്മൾ KL ടവർ കയറാൻ പോവാണ്. ഇതാണ് KL ടവർ. ഇതല്ല, ഞങ്ങളിതിൻ്റെ സ്റ്റാച്ചു ഉള്ളിലോട്ട് കയറാൻ പോവാം. പുറത്തിലേക്ക് കയറുമ്പോൾ ഇതിലേ കയറിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ KL ടവറിൻ്റെ ഫുൾ വ്യൂ കാണും. ഇപ്പം നമ്മളിങ്ങനെ കയറി ഇതിൻ്റെ ഏറ്റവും മേലെ പോയിട്ട് അവിടുന്ന് ഹോൾ മലേഷ്യ കാണാമെന്നാണ് പറയണത്. അപ്പം അതിന് പോവാം നമ്മൾ. അങ്ങനെ നമ്മൾ KL ടവറിൻ്റെ മേലെത്തി. ഇവിടുന്ന് ഇതാ ഹോൾ മലേഷ്യ കാണാം. ഇത് ആ കാണുന്നത് ട്വിൻ ടവറാണ്. മലേഷ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ അവിടുത്തെ സ്കൈയും അവിടുത്തെ ബിൽഡിങ്സുമാണ്. ഭയങ്കര ഭംഗിയുള്ള വലിയ വലിയ ബിൽഡിങ്സാണ്. അപ്പം നമ്മളത് ഫുള്ള് KL ടവറിൽ നിന്ന് മൊത്തം ഒരു റൗണ്ട് അടിച്ച് കണ്ടു. നമ്മൾ മേലെ പോയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഓപ്പൺ ആയിട്ടാണ് കണ്ടത്. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് സെയിം സാധനം മലേഷ്യ മൊത്തം ഇവിടുന്ന് കാണാം. സെയിം സാധനം ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് കാണാം ഹോൾ മലേഷ്യ. പിന്നെ ഇവിടെ ബൈനോക്ലോസസ് ഉണ്ട്.
അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നമുക്ക് അങ്ങേ തറ്റത്തുള്ള ടവർ ഏതാണോ അതിൻ്റെ പേര് വരെ മൊത്തം കാണാൻ പറ്റും. അങ്ങനെ മലേഷ്യ ഇതാണ് ആ ബൈനോക്കുലേഴ്സ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി മൊത്തം അങ്ങേ തറ്റത്തൊരു ബാങ്കൊക്കെ ഉണ്ട്. ആ ബാങ്കിൻ്റെ പേരൊക്കെ ഇതിലേ കാണാം. അങ്ങനെ സൊവനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങാം. എൻ്റെ അച്ഛൻ പണ്ട് മലേഷ്യ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ സാധനം എൻ്റെ വീട്ടിലുണ്ട്. അച്ഛൻ ഇവിടുന്ന് വാങ്ങിയത് അത്ര സെയിം സാധനം എൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ട്വിൻ ടവറിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പക്ഷെ പൊട്ടിപ്പോയി. ഇതാണ് KL ടവർ. നമ്മൾ ഇറങ്ങുമ്പോൾ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. നമ്മൾ കയറുമ്പോൾ ആക്ച്വലി വരും നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് പാർക്കിംഗ്. അങ്ങനെ അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് കയറുന്ന എൻട്രൻസ്. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് ശരിക്കും ഫുൾ ടവർ വ്യൂ കിട്ടുന്നത്. അത് എനിക്കറിയില്ല കേട്ടോ, ലോകത്തിലെ രണ്ടാമത്തെ ബുർജ് ഖലീഫ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹയസ്റ്റ് ടവർ അതത്ര. അങ്ങനെ ഇതാ KL ടവർ. അങ്ങനെ നമ്മൾ പെട്രോണാസ് ട്വിൻ ടവർ വന്നിരിക്കുകയാണ്. ഇതാണ് ട്വിൻ ടവർ. ഇവിടെ ആക്ച്വലി നൈറ്റ് വ്യൂ ആണ് രസം. പക്ഷെ ഇന്ന് ഞങ്ങൾ രാവിലെ എത്തി, ഒന്ന് റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു മൊത്തം ഒന്ന് ഇപ്പോൾ കണ്ടിട്ട് നമ്മൾ പോവുക, എന്നിട്ട് വേറൊരു ദിവസം നാളെ മറ്റന്നാളെ രാത്രി വരാം ഫുൾ ലൈറ്റ് ഇട്ടത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇതാണ് പെട്രോണാസ് ട്വിൻ ടവർ. കണ്ടില്ലേ, ട്വിൻസ് ആണ്, ട്വിൻസ്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങാം, അല്ലാണ്ട് മേലെ കയറാൻ പറ്റും. പെർ പേഴ്സൺ ലൈക്ക് 2000 ഇന്ത്യൻ റുപ്പീസ് അങ്ങനെ എന്തോ ആവും. ഇവിടുത്തെ എന്തോ എത്രയോ റിങ്കറ്റ് 2000 റുപ്പീസ് ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ച് കയറണ്ട. കാരണം എന്താ വെച്ചാൽ KL ടവറിൽ കണ്ട പോലെ ഫുൾ മലേഷ്യൻ വ്യൂ കാണാം ഇതിൻ്റെ മേലെന്നും. അത്രേ ഉള്ളൂ. KL ടവറിൽ എന്തായാലും കയറി ഫുൾ മലേഷ്യൻ വ്യൂ കണ്ടല്ലോ, പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ഇതിൻ്റെ മേലെ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പുറത്തുനിന്ന് കാണാനാണ് ഇത്രേ ഉള്ളൂ. ഇവിടെ ചോദിച്ചവരും പറഞ്ഞു KL ടവറിൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ. ഇത് പെട്രോണാസ് ട്വിൻ ടവർ എന്ന് പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ പെട്രോളിന് പറയുന്നതാണ് പെട്രോണാസ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താ മെയിനായിട്ടുള്ള വെച്ചാൽ ഓഫീസസാണ്, കമ്പനീസാണ്. അതൊക്കെ പെട്രോളിയം കമ്പനീസാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. പിന്നെ ഇതിൻ്റെ പുറത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ഫൗണ്ടെയിൻ. അപ്പം ഇവിടെ രാത്രി മ്യൂസിക്കൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് മ്യൂസിക്കൽ ലൈറ്റ് ഷോ പോലെയൊക്കെ ആയിരിക്കും. ഞങ്ങളപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡായതുകൊണ്ട് അതിനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ നടുവിൽ ഒരു സാധനമുണ്ട്, അവിടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സംഭവം ട്വിൻ ടവർ 2 സൈഡിലാണ്, അതിൻ്റെ നടുവിൽ ഒരു മാളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് മേലെ കയറേണ്ടതെന്ന് വെച്ചാൽ അത് ട്വിൻ ടവറാണ്. ഏതെങ്കിലും ഒരു ടവറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ എത്തിയിട്ട് ബ്രിഡ്ജ് വഴി എന്തോ അപ്പുറത്തെ സൈഡ് പോകും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെന്തായാലും അത് വേണ്ട വെച്ചു. ഞങ്ങൾ ഈ മാളിൽ ഫുൾ ബ്രാൻഡഡ് കേട്ടോ, ഗൂച്ചി, ചാനൽ, ഡിയോർ, മാക്ക്, ഇങ്ങനത്തെ ഫുൾ സെറ്റപ്പ് സാധനങ്ങളുണ്ട്. നമ്മൾ പക്ഷേ എന്തായാലും ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ലഗേജ് അലൗഡ് അല്ല, ഞങ്ങൾക്ക് 7 kg ക്യാബിൻ ബാഗേജേ പറ്റും. തിരിച്ച് വരുമ്പോൾ അങ്ങനെയായിരുന്നു. നമ്മൾ എക്സ്ട്രാ ലഗേജ് എടുക്കാനും നിന്നില്ല. കാരണം സ്ഥലം കാണണം, ഒന്നും വാങ്ങരുത്, അതാണ് ഞങ്ങളുടെ പോളിസി. ഇവിടെ റംദാൻ സ്പെഷ്യലായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് റംദാൻ തീമിൽ. ഇതേ ബാക്കിൽ കാണുന്നില്ല, ഇത് റംദാൻ തീമിൽ ഇവർ സെറ്റ് ചെയ്തതാണ്. ഞാൻ ബാക്ക് ക്യാമിൽ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ട്വിൻ ടവറിന് ഇറങ്ങുവാണ്. ഞങ്ങൾ ആക്ച്വലി നെക്സ്റ്റ് പ്ലാൻ സലോമി ബ്രിഡ്ജ് ആയിരുന്നു. പിന്നെ ഒരു 8 മണി വരെയൊക്കെ ഇവിടെ നിന്ന് ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ എല്ലാവരും ഭയങ്കര ടയേർഡായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോവാ റൂമിൽ. കാരണം നാളെ ബാട്ടു കേവ്സ് ആണ് പ്ലാന്. അപ്പം നാളെ ബാട്ടു കേവ്സ് കുറേ കയറാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ടയേർഡാവും. ഇന്ന് തീരെ റെസ്റ്റ് ഇല്ലെങ്കിൽ, കാരണം ഇന്നലെ ഫുൾ ട്രാവൽ ചെയ്തതും എല്ലാം കൂടെ. അപ്പം ബാക്കി ഈ നാളത്തെ ദിവസം ഞാൻ വേറെ വീഡിയോ ആക്കി ഇടാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻ്റെ പേര് ഞങ്ങൾ കഴിഞ്ഞ റൂമിൽ പോവാം. ഓക്കെ ദെൻ ബൈ. Day 2 വീഡിയോ വരുന്നതായിരുന്നു. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താ അമ്മയ്ക്ക് ബൈ പറയാം, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.